നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്കൊക്കെ നല്ലവണ്ണം അറിയുന്നതാണ്. 1917 ആരംഭിച്ച 1925 രജിസ്റ്റർ ചെയ്ത ഒരു സഹകരണ സംഘമാണ്. അതായത് തദ്ദേശീയരായ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കാനും ഒരു മികച്ച തൊഴിൽ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി സാമൂഹ്യ പുരോഗതി ഉറപ്പുവരുത്താനും സർവോപരി ജാതി വ്യവസ്ഥിതിക്ക് എതിരെ സമരം ചെയ്യാനും ഒക്കെ വേണ്ടി നവോത്ഥാന നായകനായ മലബാറിൽ വലിയ ഒരു തീപ്പൊരി നേതാവായിരുന്ന സാക്ഷാൽ വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉണരുവിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ലോകപ്രസിദ്ധമാണ്. ആ വാഗ്ഭടാനന്ദ ഗുരുദേവൻ തൃക്കൈകൾ കൊണ്ട് സ്ഥാപിച്ച ഈ സൊസൈറ്റി ഇന്ന് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടുകയാണ്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷത്തെ കെടുകാര്യസ്ഥതയും ഭരിച്ചിരുന്നവരുടെ സ്വജനപക്ഷപാതവുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്താണെന്നല്ലേ പറയാം. ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് വാർത്ത. ഏതാണ്ട് 140 കോടി രൂപ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ വഴിവിട്ട് നൽകി എന്നാണ് ആരോപണം. നിയമസഭയിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. അതിന് തൊഴിൽ മന്ത്രി അടക്കമുള്ളവർ, സഹകരണ മന്ത്രി അടക്കമുള്ളവർ ഉത്തരം പറയുകയും ചെയ്തു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് ഒരു വലിയ വടവൃക്ഷമായി വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അവർ കേവലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തദ്ദേശീയരായ ആൾക്കാരെ വടകര കേന്ദ്രമാക്കിയാണ് ഇത് ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഇന്ന് കേരളം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നു. അങ്ങനെ കേരളം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഈ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേവലം നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല നടക്കുന്നത്. IT മേഖലയിൽ ഉൾപ്പെടെ അവർ വലിയ വലിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു സ്ഥാപനമോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ല, മറിച്ച് ഒരു സ്വകാര്യ മേഖലയിലെ കുത്തക ഭീമന്മാരോട് ഏറ്റുമുട്ടാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി വളർന്നിരിക്കുന്നത്. ആ സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയരുന്നത്. മറ്റൊന്നുമല്ല, ഈ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കഴിഞ്ഞ സർക്കാർ നിയമം മറികടന്ന് ഈ 140 കോടിയിലേറെ രൂപയുടെ പ്രവർത്തന പദ്ധതികൾ അല്ലെങ്കിൽ നിർമ്മാണങ്ങൾ അതിനൊക്കെ അനുമതി നൽകി എന്നാണ് പറയുന്നത്. ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വേണ്ട, പെർഫോമൻസ് ഗ്യാരണ്ടി വേണ്ട, അതുപോലെ തന്നെ ടെൻഡറിൽ 10% ഇളവുണ്ട്. അതായത് മറ്റുള്ളവർ കോട്ട് ചെയ്യുന്നതിനേക്കാളും 10% കൂടുതൽ കോട്ട് ചെയ്താലും ഇവരുടെ ടെൻഡർ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇളവുകൾ ഈ സംസ്ഥാന സർക്കാർ ഇവർക്ക് അനുവദിച്ചിരുന്നു. ഇതൊരു ഈ പറയുന്നത് പോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വളർന്ന് പന്തലിച്ച് വലിയ വലിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൽ നിന്നുണ്ടാകുന്ന ചില കൈത്താങ്ങുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സർക്കാർ നൽകിയത്. പക്ഷേ ആ നൽകിയ ആനുകൂല്യങ്ങൾ വല്ലാതെ വഴിവിട്ടു പോയി എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുപോലെ തന്നെ ഈ തദ്ദേശ തൊഴിലാളികളുടെ ജോലി ഉറപ്പാക്കാനാണ് വാഗ്ഭടാനന്ദ ഗുരുദേവൻ ഇത് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് ഇതിൽ എത്ര തദ്ദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ അല്പം ബുദ്ധിമുട്ടും. ഇതിൻ്റെ ഭാരവാഹികൾ, ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ ഇതിൻ്റെ സഞ്ചാലകർ തന്നെ ഈ കൃത്യമായ ഉത്തരം അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ തദ്ദേശീയരായ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ്. ആ സ്ഥാനത്ത് ബംഗാളികളും ആസാമികളും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അവരെ കൊണ്ടുവന്ന് അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉത്തരം പെട്ടെന്ന് പറയുക സാധ്യമല്ല. ഇരിക്കട്ടെ, എന്തായാലും തദ്ദേശീയർക്ക്, കേരളത്തിലുള്ള മലയാളികളായ തൊഴിലാളികൾക്ക്
ജോലി ലഭിക്കുവാൻ വേണ്ടി ആരംഭിച്ച ഒരു സൊസൈറ്റിയാണ്. അതിൻ്റെ ആ പ്രവർത്തന ആരംഭം ഏത് ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. ഇന്ന് ആ ലക്ഷ്യം അവർക്ക് ശരിയായ വിധത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ന് ബംഗാളികളും ആസാമികളുമൊക്കെയാണ് അവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നത്. ഇരിക്കട്ടെ, ഇവർക്ക് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വഴിവിട്ട് പല കരാറുകളും സർക്കാർ നൽകിയതായിട്ടാണ് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത്. ഈ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നമുക്കറിയാം സ്വകാര്യ കരാറുകാരാണ്. വലിയ മത്സരമാണ് ഈ സർക്കാർ ജോലികൾ, സർക്കാരിൽ നിന്ന് വരുന്ന പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ടെൻഡർ ചെയ്ത് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ. അത് കേവലം റോഡിൻ്റെ മാത്രം നിർമ്മാണ പ്രവർത്തനമല്ല. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, PWD വകുപ്പ് റോഡ് മാത്രമാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളുമുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ സ്വകാര്യ കരാറുകാർക്ക് വലിയ വെല്ലുവിളിയാണ് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, നേരത്തെയൊക്കെ ഇവർക്ക് പരിധി ഉണ്ടായിരുന്നു. ഈ അനുവദിക്കുന്ന വർക്കുകൾ എത്ര രൂപയുടെ വർക്ക് വരെ അനുവദിക്കാം, അങ്ങനെയൊക്കെയുള്ള ചില പരിധികളുണ്ടായിരുന്നു. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 25 കോടി എന്നുള്ളതിൽ നിന്ന് 100 കോടി രൂപയാക്കി ഉയർത്തി. ഈ കരാറുകളുടെ പരിധിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. 25 കോടിയിൽ നിന്ന് 100 കോടി രൂപയാക്കി വളർത്തി. അത് പിന്നീട് രണ്ടാം പിണറായി സർക്കാർ 2021 200 കോടിയാക്കി. 2022 ആയപ്പോൾ അത് 500 കോടിയാക്കി. നിലവിൽ പരിധികളൊന്നുമില്ലാതെയാണ് ജോലി നടക്കുന്നത്. പാലം നിർമ്മാണമാകട്ടെ, റോഡ് നിർമ്മാണമാകട്ടെ, മറ്റു പലതും. ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത വണ്ണം ഇന്ന് വർക്ക് ലോഡ് കൂടിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞ സമയത്തിന് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പൂർത്തിയാക്കുന്ന പണിയിൽ തന്നെ ഗുണനിലവാരം കുറയുന്നു. അത് വലിയ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അത് ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കമ്പനിക്ക് താങ്ങാൻ കഴിയുന്നതിലധികം കരാറുകൾ ലഭിക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അത് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. മാത്രമല്ല, ഇതേക്കുറിച്ച് മന്ത്രി PK ബഷീർ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി പറയുകയും ചെയ്തു. അതായത് ഈ എണ്ണ കൂടിയപ്പോൾ, കരാറുകളുടെ ആധിക്യമുണ്ടായപ്പോൾ ഇവർക്ക് പറഞ്ഞ സമയത്തിന് ജോലി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഏറ്റെടുത്ത ജോലികൾ തൊഴിലാളികളുടെ അഭാവം കൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നു. ഈ ഏറ്റെടുത്ത ജോലികൾ തന്നെ, കരാറുകളിൽ തന്നെ ഗുണനിലവാരം വേണ്ടത്ര പാലിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നിയമസഭയിൽ വന്ന മറുപടിയാണ് കേട്ടോ ഇത് സംബന്ധിച്ച്. അപ്പോൾ ഈ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടത് സർക്കാരും ഈ കാര്യത്തിൽ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയത്തിന് ജോലി തീർക്കാത്തത് കൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ ഇവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാം. പക്ഷേ കഴിഞ്ഞ 10 വർഷവും ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ അനുകൂലിക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത്. അവർ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞ സമയത്തിന് കരാറ് പണി തീർത്തു കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് മറ്റ് വേറെ കിടക്കുന്നു. ഇതിൽ സർക്കാരിന് വേണമെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങാം എന്നാണ് മന്ത്രി ബഷീർ പറയുന്നത്. അതുപോലെ ഈ മരാമത്ത് എഞ്ചിനീയർമാരുടെ മേൽനോട്ടം, ഏത് ജോലിക്കും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുള്ള എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിക്കണം എന്നാണ് നിബന്ധന. അതിപ്പോൾ കരാറ് ഏറ്റെടുക്കുന്നത് സ്വകാര്യ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെയുള്ള ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർ നിർവഹിക്കണം എന്നാണ്. പക്ഷേ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കരാർ ജോലികൾക്ക് അവർ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ എഞ്ചിനീയർമാർ ഇടപെടാറില്ല.
ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്നും സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ എഞ്ചിനീയർമാർ മാറി നിൽക്കുന്നു. ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നിർണ്ണയിക്കുന്നത് ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തന്നെ ഉദ്യോഗസ്ഥരാണ്, എഞ്ചിനീയർമാരാണ്. ഇത് വലിയ തോതിൽ ഗുണനിലവാരം മോശമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് അഴിമതിയാണ് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ 140 കോടി രൂപ ഇവർക്ക് വഴിവിട്ട് നൽകി എന്ന് പറഞ്ഞിരിക്കുന്നത്, അത്രയും കരാർ ജോലികളൊക്കെ നൽകി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അതിന് മന്ത്രി ബഷീർ നൽകിയ മറുപടിയും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതാണ്. ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രം ഇത്രയധികം കരാറ് പണികൾ എന്തിന് സർക്കാർ നൽകി? അതിനകത്ത് വഴിവിട്ട ഒരു സഹായം നൽകിയിട്ടില്ലേ എന്ന സംശയം, കടുത്ത സംശയം ഉയരുന്നുണ്ട്. വലിയ ദുരൂഹത അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടതാണ്. നന്ദി, നമസ്കാരം.